കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? പാണക്കാട് താങ്കൾ ഒരുമിച്ച് വരുന്നു, ജിഫ്രി താങ്കൾ വരുന്നു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും വരുന്നു, എല്ലാ മതസംഘടനകളും ഇടപെടുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു സമീപനം ഇവിടെ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. തോറ്റിട്ട് മുടന്തൻ ന്യായങ്ങൾ പറയുന്നതല്ല. ശ്രമം നടന്നു. ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചത് അതാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം LDFന് കിട്ടിയ വോട്ടുകളിൽ 20,000-ഓളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടമായിരിക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും UDFനെ സഹായിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിലെല്ലാം പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം, LDFന്റെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനോ പോൾ ചെയ്യിക്കാനോ പുറത്തെ ബൂത്തുകളിൽ ആളെ ഇരുത്താൻ പോലും കഴിഞ്ഞ തവണ 40,000-ലധികം വോട്ട് കിട്ടിയ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ സാധിച്ചില്ല. 20,000-ലധികം വോട്ടുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒറ്റയടിക്ക് മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവർക്ക് നഷ്ടമാവുന്നത്. അതുമാത്രമല്ല, വലിയ തോതിൽ സാമുദായിക ഏകീകരണത്തിനുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടതാണ്. ആദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതുവരെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും എല്ലാം നിർദ്ദേശിച്ച പേര് അവസാന നിമിഷത്തിൽ അവർ മാറ്റിയതിന് പിന്നിലും ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അത് പിൻവലിപ്പിക്കാൻ നടന്ന ശ്രമങ്ങളെല്ലാം വലിയ തോതിലുള്ള സാമുദായിക ഏകീകരണത്തിന് അവർ ശ്രമിച്ചതിൻ്റെ തെളിവുകളാണ്. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിൻ്റെ കൂടി ഫലമാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോഡും കാഞ്ഞങ്ങാടും ഉദുമയിലും BJPക്ക് നല്ല നിലയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം ചില ശക്തികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പച്ചയായി ഇടപെടുന്ന ചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. സംസ്ഥാനത്ത് പലയിടത്തും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി ശരിയായ വികസന കാഴ്ചപ്പാട് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ മുസ്ലിം ലീഗ് അവസാന നിമിഷങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ പോലും തികഞ്ഞ സാമുദായിക ഏകീകരണത്തിന് വേണ്ടിയുള്ള നിർലജ്ജമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിനും നാടിൻ്റെ സുരക്ഷയ്ക്കും ഭീഷണിയായിട്ടുള്ള ആളുകളെ പോലും തെരഞ്ഞെടുപ്പിൽ പച്ചയായി ഉപയോഗിച്ചു എന്നുള്ള ചരിത്രവും നാളെ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു വീഴ്ചയും വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് SIR എന്ന് പറയുന്ന ഒരു ഭീതി പരത്തി ഗൾഫ് രാജ്യങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലൊക്കെയുള്ള ആൾക്കാരെ ഇവിടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഇവിടെ വന്ന് വോട്ട് ചേർപ്പിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവസാന നിമിഷം, പോളിംഗിൻ്റെ അവസാന നിമിഷം, നിങ്ങളൊക്കെ ഫീൽഡിലുണ്ടായിരുന്നവരാണ്, ഈ പ്രാവശ്യത്തെ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിനി പൗരത്വം ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു ആശങ്ക ജനസമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങളും, ഞാൻ പേര് പറയുന്നില്ല, ഇവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഒരു മാധ്യമം ഒരാഴ്ചക്കാലം ആ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്നത് വരെ നടത്തിയ ഇടപെടലുകൾ നോക്കൂ. നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? പാണക്കാട് താങ്കൾ ഒരുമിച്ച് വരുന്നു, ജിഫ്രി താങ്കൾ വരുന്നു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും വരുന്നു,
എല്ലാ മതസംഘടനകളും ഇടപെടുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു സമീപനം ഇവിടെ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. തോറ്റിട്ട് മുടന്തൻ ന്യായങ്ങൾ പറയുന്നതല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അതിനുള്ള പ്രയോജനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്.